സുബഹിന്റെ മുമ്പ് തന്നെ നമ്മളെ ഉണർത്തുന്ന ഒരു ജീവിയുണ്ട് നാട്ടില്, അറിയോ? ഒന്നാനാകാശത്തിലെ തസ്ബീഹിന്റെ ശബ്ദം കേട്ട് തസ്ബീഹ് ചൊല്ലുന്ന കോഴി. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞില്ല, ലാ തകുൻ ആജസ മിനദ്ദീഖ്. മോനെ വിളിച്ചു പറഞ്ഞു, മോനെ കോഴിനേക്കാളും നീ ദുർബലനാകരുത്. കോഴി അത് മുകല്ലഫല്ല, തക്ലീഫുള്ള ജീവിയല്ല. ഫഇന്നഹു യുസവ്വിതു ബിൽ അസ്ഹാർ. അത്തായ നേരത്ത് അത് ശബ്ദിക്കുന്നു. ഒന്നാനാകാശത്തിലെ തസ്ബീഹ് കേട്ടിട്ടാണ് കോഴി കൂകുന്നത്. കൂകിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് നാളെ കോഴി സാക്ഷി നിൽക്കും. പക്ഷേ നമ്മൾ സുഖസുഷുപ്തിയിൽ മറക്കരുത്. ഏത് എയർ കണ്ടീഷൻ റൂമിലാണെങ്കിലും ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഓതുക. നേരത്തെ പറഞ്ഞ മുറകളൊക്കെ സ്വീകരിക്കുക. ഒരു 2 റക്അത്തെങ്കിലും പതിവാക്കുക. ആ 2 റക്അത്ത് തിളക്കത്തോടെ ഖബറിൽ വെച്ച് കാണണം, മഹ്ശറിൽ വെച്ച് കാണണം. 1000 റക്അത്ത് നിസ്കരിച്ച സയ്യിദത്തുനാ ബീവി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വരുമ്പോ 2എങ്കിലും നമുക്ക് വേണ്ടയോ? അവര് നമ്മുടെ സുഖത്തിന്റെ 100-ൽ നിന്ന് ഒരു 0.5% പോലും ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കൂട്ടി നോക്കുമ്പോ സ്വർഗീയ സമാനമല്ലേ സഹോദരങ്ങളെ? എല്ലാ സുഖങ്ങളും നിങ്ങൾ കൂട്ടി നോക്ക്. മുമ്പ് കാലത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിക്ഷേപങ്ങൾ ഉള്ളതുപോലെ, ഭക്ഷ്യവസ്തുക്കളുടെ നിക്ഷേപം ഉള്ളതുപോലെ ഉപ്പാപ്പമാരെ കാലത്തില്ലല്ലോ. റമളാനിലേക്കുള്ളത് ഫുള്ള് റെഡിയായില്ലേ? ഒരു മാസത്തേക്കുള്ളത് ഒരു 10-25 കൊല്ലം മുമ്പ് റമളാനിന്റെ അന്നായിരിക്കും ഒരു പക്ഷേ റമളാനിൽ കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേന്ന് കരുതിയിട്ട് കുറച്ച് പൊടിയും മറ്റൊക്കെ വാങ്ങുന്നത്. അള്ളാഹു നമുക്ക് തന്ന നിയമത്തിന്റെ സുഖങ്ങൾ, അതിന്റെ വ്യാപ്തി നമ്മൾ മറക്കരുത്. ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് പതിവാക്കണം. 11 റക്അത്ത് വിത്ർ നീണ്ട രൂപത്തിൽ നിസ്കരിച്ചിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ മാർഗം പിൻപറ്റിയിട്ട് ഒരു 2 റക്അത്തെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉമ്മമാര് പതിവാക്കണം. നിസ്കരിക്കാനില്ലാത്തതൊന്നും ഉമ്മമാർ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് എന്തിന്? മുഖം കഴുകി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി മാലയെടുത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാറിന് വലിയ മൂല്യമുണ്ട്. അള്ളാഹു പാപം പൊറുക്കാൻ ഏറ്റവും വലിയ ഇസ്തിഗ്ഫാർ അത്തായ നേരത്തുള്ള ഇസ്തിഗ്ഫാറാണ്. പടച്ച റബ്ബ് കണക്കൂട്ടുന്ന ഉറക്കൊഴിവാക്കിയിട്ട് എന്നെ ഓർത്തുകൊണ്ട് മാപ്പപേക്ഷ നടത്താനല്ലേ എന്റെ അടിമ എഴുന്നേറ്റത്. ഉറങ്ങാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ, ബെഡ് ഉണ്ടല്ലോ, AC ഉണ്ടല്ലോ, കൂടെ തുണയുണ്ടല്ലോ.